ഇന്ന് ചില ആളുകളൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്, പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്താണ് ക്രിസ്തു മാർഗം പരിവർത്തനം നടത്തുന്നതെന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാൽപ്പൊടിയും ഗോതമ്പും അത്ര മോശമായ ഭക്ഷണമല്ല. മോശമായത് പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്ത് പരിവർത്തനം ചെയ്തുകൊണ്ടാണ് ക്രിസ്തുമാർഗം ലോക ചരിത്രത്തിൽ പടർന്ന് പന്തലിച്ചു എന്നുള്ള ആക്ഷേപമാണ്. ചരിത്രമൊന്ന് പരിശോധിക്കും. ഒരു തുള്ളി ചോരയൊടുക്കാൻ വാളെടുക്കാതെ, വടിയെടുക്കാതെ, വീലെടുക്കാതെ, വേനയെടുക്കാതെ, പേപ്പറെടുക്കാതെ, സാമ്രാജ്യങ്ങളെ പിൻബലമില്ലാതെ ലോകത്തനേക കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹ സാമ്രാജ്യം കെട്ടിപ്പടുത്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം, ഉപദേശം, പ്രഖ്യാപനം, പ്രസംഗം, ഉപമ ഇവയെ കുറിച്ച് യാതൊന്നും അറിയാത്തവരുടെ ഒരു പുലമ്പലായിട്ടേ ഞങ്ങൾ ഇതിനെ കാണാറുള്ളൂ. കാരണം ക്രിസ്തു നീതിക്ക് വേണ്ടി വാദിച്ചു, വിശപ്പിനെതിരെ സംസാരിച്ചു, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി, അശരണോടും മുറിവറ്റോടുമൊപ്പം അവൻ നിന്നു. അവൻ എല്ലാക്കാലവും നിന്നത് സാധാരണക്കാരോടൊപ്പമാണ്. അവനെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് പ്രദർശിക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു. മനുഷ്യനെ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 തലങ്ങളുണ്ട്. ഈ 3 തലങ്ങളുടെയും സമഗ്രമായ വികസനമാണ് ക്രിസ്തുമാർഗം ലക്ഷ്യമാക്കുന്നത്. അത് നിവർത്തീകരിക്കുന്നത് ആന്തരിക നവീകരണത്തിലൂടെ. യേശു ക്രിസ്തു പഠിപ്പിച്ച, ശിഷ്യന്മാർ പ്രസംഗിച്ച ജീവനുള്ള വചനമായിരിക്കുന്ന ബൈബിൾ വെളിപ്പെടുത്തുന്ന ആ ആന്തരിക നവീകരണത്തിന്റെ പേരാണ് മനസ്സാന്തരം. അതുകൊണ്ട് ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് പണം കൊടുത്തോ, പ്രകോപിപ്പിച്ചോ, പ്രലോഭനം നടത്തിയോ ഒരുവനെ മതത്തിലേക്ക് ചേർക്കുന്ന പരിപാടിയല്ല. ഇത് ആന്തരിക നവീകരണമാണ്. പ്രത്യക്ഷ ശാസ്ത്രങ്ങൾക്ക് പോലും പരിചയമല്ലാത്ത ഈ പ്രവൃത്തി തികച്ചും അത്ഭുതകരമാണ്, വിപ്ലവകരമാണ്. യേശുക്രിസ്തുവിന്റെ സന്ദേശം ആത്മരക്ഷയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിനൊരു മാറ്റവുമില്ല. എന്നാൽ മനുഷ്യന്റെ സാമൂഹിക സാംസ്കാരികമായിരിക്കുന്ന പുരോഗതിയും സുവിശേഷത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം തന്നെയാണ്. കാരണം മനുഷ്യൻ കേവലം ഒരു ആത്മാവ് മാത്രമല്ല, വേദനിക്കുന്ന, വിശക്കുന്ന വികാരങ്ങളുള്ള ഒരു ശരീരമുണ്ട്. അതുകൊണ്ട് ശരീരത്തിന്റെ വീണ്ടെടുപ്പും ആ ശരീരത്തിന്റെ രക്ഷയും ക്രിസ്തീയതയുടെ പരമ പ്രഖ്യാപിതമായിരിക്കുന്ന നിലപാടുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ ഓടകളിലും അഴുക്കുചാലികളിലും അലഞ്ഞിരുന്ന അനാഥ ബാല്യങ്ങളെ ചേർത്ത് പിടിച്ചും പഴുത്ത് പുഴുവരിച്ച വിളങ്ങളോടുകൂടി സ്വന്തം ബന്ധങ്ങൾ പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞ, പുറത്താക്കി കളഞ്ഞ ആളുകളെ ചേർത്ത് വിളിച്ചു എരിയുന്ന വയറിന്റെ വിശപ്പിന്റെ വിളിയെ മറികടന്ന് പോകാത്തതും ഈ മനുഷ്യനെ കരുതുന്ന ദൈവസ്നേഹം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കരുതുന്നത് കൊണ്ട് ആരും രക്ഷയിലേക്ക് കടന്നു വരുന്നില്ല. യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനുള്ള ശക്തിയുണ്ട്. അത് മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും വിചാരങ്ങളെയും പരിശോധിക്കും വിധം ആഴ്ന്നിറങ്ങുന്നതാണ്. ആ ശക്തിയാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്, അല്ലാതെ പാൽപ്പൊടിയും ഗോതമ്പും അല്ല എന്ന് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുകയാണ്.